ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ, നമുക്കൊരു കൂട്ടുകാരൻ അവിടെ ഉണ്ട്. ഇതേ അവിടെ വാ, അങ്ങോട്ട് വാ, വേണമെങ്കിൽ അങ്ങോട്ട് പോരെ. ഇന്ന് വന്നപ്പോൾ കണ്ട് കമ്പനി ആയതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏത് മീൻ കിട്ടും നോക്കാം. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സെയിം സ്പോട്ട് തന്നെയാണ്. ഞാൻ സ്ഥലം കാണിച്ചു തരാം. സൂര്യൻ അവിടെ നിൽക്കുന്നുണ്ട്. കുറേ പേര് കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. CSR അല്ലേ, ചെക്ക് ഡാം ആയതുകൊണ്ട് സുഖമായിട്ട് കുളിക്കാം. താഴ്ചയിലെത്ത സ്ഥലമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിന്ന് ഏതൊക്കെ മീൻ കിട്ടും നോക്കാം. ഗായ്സ്, നമ്മുടെ ഫസ്റ്റത്തെ തീറ്റിട്ടുണ്ട്. നമുക്ക് എന്നും വരുമ്പോൾ ഇവിടെ പരല് ഫസ്റ്റ് തന്നെ അടിച്ച് കിട്ടാറ്. നമുക്ക് നോക്കാം ഏത് മീൻ കിട്ടണേ നോക്കാം. നല്ല കൊത്തുണ്ട്. തീറ്റ പെട്ടെന്ന് പോകുന്നുണ്ട്, കാരണം മഴ കുറച്ച് കുറവാണ്. നമുക്ക് നോക്കാം. എന്തായാലും പരലാണ് ഫസ്റ്റ് നമുക്ക് അടിച്ച് കിട്ടുള്ളൂ. അതിൽ നമുക്ക് വേറെ ഏതെങ്കിലും മീൻ കിട്ടുമോ നോക്കാം. ഗായ്സ്, നമുക്ക് നമ്മുടെ കുളത്തുമ്പോൾ ചെറിയ തീറ്റ വെച്ച് കഴിഞ്ഞാൽ പരല് പെട്ടെന്ന് അടിച്ചെടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ചെറിയ തീറ്റ ഇട്ടാണേ. നമുക്ക് നോക്കാം സക്സസ് ആവും നോക്കാം. പിന്നെ ഇവിടെ കയറി പിടിക്കുന്ന മീൻ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് രക്ഷയില്ല. നമുക്ക് നോക്കാം ഏതൊക്കെ മീൻ കിട്ടും നോക്കാം. ഗായ്സ്, ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ മീൻ ഇട്ട് കഴിഞ്ഞാൽ കൊത്തി കിട്ടില്ല. ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് മീൻ അടിച്ചു തുടങ്ങുന്നത്. ഇവിടുത്തെ മീനുകൾക്ക് തീറ്റ വൈകുന്നേരം കണ്ണ് കാണുള്ളൂ എന്ന് തോന്നുന്നു തിന്നാനായിട്ട്. പക്ഷെ കൊത്തുണ്ട്, പരല് കിട്ടുന്ന സമയമാണ്. 6 മണി ആവണുള്ളൂ. നമ്മുടെ മീനും നോക്കി ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട്. മീൻ കൊടുക്കുമെന്ന് വെച്ച് കിടക്കണേ. ആളിവിടെ വന്ന് മണത്ത് നോക്കിയിട്ട് പോയി. പക്ഷേ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളവിടെ പോയി കിടക്കാം. ഒരു മീൻ കിട്ടിയ ആൾക്ക് കൊടുക്കാം. ഗായ്സ്, എന്നും മീൻ കട്ട പോസ്റ്റ് തരാനാണ് ആഗ്രഹം എന്ന് തോന്നുന്നു. മീൻ എന്തായാലും 6 മണി കഴിഞ്ഞിട്ട് കൊത്തു വരുള്ളൂ. നാളെ അഴീക്കോട് പോകാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു തോന്നുന്നു. നമുക്ക് പുഴയിലെ മീൻ പിടിക്കാൻ പറ്റുമെന്ന് തന്നെ നോക്കാം. നമുക്ക് കരിമീൻ കിട്ടുമോ നോക്കാം. നാളെ നമ്മുടെ അവിടേക്ക് പോകാം. അവിടെ പോയിട്ട് നമുക്ക് കരിമീൻ പിടിക്കാൻ പറ്റും നോക്കാം. തിരിപ്പൊന്നുമില്ല. ഗായ്സ്, നമ്മൾ അവിടെ നിന്ന് ഇട്ടപ്പോൾ കള്ളക്കൊത്ത. അപ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്ക് ഒരു മര സൈഡൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കരിമീൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് ഇട്ട് നോക്കാം. ഇവിടെ ഒരു 6-6:30 ആകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് വല്ല പരൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ അവിടെ ഒക്കെ നല്ല വാഹം മറിയണമൊക്കെ വണ്ട മീൻ മറിയുന്നുണ്ട്. അപ്പോൾ നോക്കാം ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടണേ നോക്കാം. ഗായ്സ്, അങ്ങനെ നിന്ന് മീനിൻ്റെ സമയമായപ്പോൾ മീൻ വന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പരലായിരിക്കുള്ളൂ. ഇത്തിരി ഭംഗിയാണ് നോക്കിയവനെ കാണാനായിട്ട്. നിവർത്തി കാണിക്കാൻ പറ്റില്ല, ആൾ ചാടിപ്പോവും. കണ്ട വാലുമൊക്കെ നല്ല വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മീനിവിടെ ഇങ്ങനെ മറയുണ്ട്. കണ്ട അവിടെ വന്ന് മറയണണ്ട. കുഴിക്കുത്തി പരലേക്കാണ്, വലിയ പരല ഇതുപോലത്തെ. ഇത് വലിയ പരലാട്ടോ, കയ്യിലേക്കൊന്നും നോക്കണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരല. ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല ഗായ്സ്. പിന്നെ പ്രിക്കട കടിയും പിന്നെ ഒരു കാട് പോലെയല്ലേ, പാമ്പൊക്കെ ഉണ്ടാവും. അത് അതിനോട് നമ്മൾ ഇങ്ങോട്ട് പോന്നു, നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോന്നു. ഇവിടെ പിന്നെ വൈകുന്നേരം ഇരുന്ന് എന്തായാലും മീൻ കിട്ടും. ഗായ്സ്, നമുക്കിപ്പോൾ കിട്ടിയ പരല് 3ാമത്തെ മീനാണ്. നമുക്ക് എന്തായാലും മീൻ പിടിച്ചിട്ട് പോകുള്ളൂ. പിന്നെ നമുക്ക് കവറിലേക്ക് ഇടാം, അടുത്ത മീനെ പിടിക്കാം. അങ്ങനെ അടുത്തവനും നമ്മുടെ കയ്യിലേക്ക് ചാടി വന്നിട്ടുണ്ട്. അവ ഇങ്ങനെ മണ്ണിൽ വീണ് മൊത്തം മണ്ണായി. ഇവിടെ നമുക്കെടുത്തിടാം. നിന്നോട് ആരെങ്കിലും പറഞ്ഞു മണ്ണിൽ പോയി ചാടാൻ? ഇന്ന് നമ്മൾ ഒറ്റയ്ക്കുള്ളൂ വീഡിയോ എടുക്കാനായിട്ടും മീൻ പിടിക്കാനായിട്ടും. ആരുമില്ല നമ്മുടെ കൂടെ. അപ്പോൾ നമുക്ക് അടുത്ത മീനെ പിടിക്കാം. മറ്റേ കമ്പനിക്കാരൻ പോയി, നമ്മുടെ പട്ടിക്കുട്ടൻ. അവൻ പോയി. ഇരുട്ടായപ്പോഴേക്കും അവൻ വീട്ടിലേക്ക് പോയി. ഗായ്സ്, സമയം കുറേ ഇരുട്ടായി. നമുക്ക് ഇരുന്നിരുന്ന് പരലാണ് കിട്ടണേ. വേറെ മീൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കായിരുന്നു. നമുക്ക് ലാസ്റ്റ് അടി കിട്ടി പരലെത്തണം. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇരുന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ ആരുമില്ല, ഒറ്റയ്ക്കുള്ളൂ. സമയം ഏകദേശം 7:30 കഴിഞ്ഞു, 7:45. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇരുന്ന് നോക്കാം. ഗായ്സ്, നമ്മൾ പതിയെ ചൂണ്ടിടൽ നിർത്താണ്. ഇന്ന് തീരെ മോശമായിരുന്നു. എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. പിന്നെ നമുക്ക് കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചൂണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കണ്ണ് കിട്ടിയെന്ന് തോന്നുന്നു. നമുക്കിന്നിപ്പോൾ ഒരു കുഴിക്കുത്തി നല്ലത് അടിച്ച് ഇവിടെ നേരെ വന്നു. വീഡിയോ എടുക്കാനും പറ്റില്ല. ചൂണ്ട അവിടെ നേരെ പുല്ലിൽ കുടുങ്ങിപ്പോയി. അത് നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല. അതിനിപ്പോൾ ഒരു ചൂണ്ട പൊട്ടിപ്പോയി. ഇപ്പോൾ രണ്ടാമത് കെട്ടി. രാത്രിയല്ലേ, ഇരുട്ട്, രക്ഷയില്ല. അപ്പോൾ പതിയെ നിർത്താണ്. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ച അല്ലേ, നമുക്ക് കരിമീൻ്റെ തീറ്റയൊക്കെ സെറ്റ് ചെയ്ത് കരിമീൻ കിട്ടുമെന്ന് നോക്കാം. അടുത്ത മാസം നമുക്ക് എന്തായാലും സൂപ്പറായിട്ട് കരിമീൻ കിട്ടും. കാരണം ഇവിടെ അടുത്ത മാസം തൊട്ട് കരിമീൻ കിട്ടുന്ന സീസണാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.